ഹേ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ആപ്സ് ട്രെയിൻ ചെയ്യുന്നതിനെ കുറിച്ച് പറയാനാണ്. ഞാൻ കാലിഡേഴ്സിൽ ഇപ്പോൾ കഴിഞ്ഞു പറഞ്ഞ പോലെ, അപ്പോൾ ഞാൻ ആപ്സ് ട്രെയിൻ ചെയ്യേണ്ട ഏകദേശം ട്വൈസ് ഓർ ത്രൈസ് ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ആകെ കൂടി 2 എക്സസൈസ് മാത്രമേ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളൂ. വല്ലപ്പോഴും ഒബ്ലിക്സിന് ട്രെയിൻ ചെയ്യും, പക്ഷേ എൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ട് 2 എക്സസൈസ് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. കാരണം ആപ്സ് ട്രെയിനിങ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലൈക്ക് എനി അതർ മസിൽ ഗ്രൂപ്പ് തന്നെയാണ്. സോ ഞാൻ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യണത്, ഏത് എക്സസൈസ് ആണ് ചൂസ് ചെയ്യണമെന്ന് കാര്യത്തിൽ പറയാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ഫസ്റ്റ് എക്സസൈസ്. റോപ്പ് ക്രാഞ്ചസ് ആണ്. ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്യണത് വെറുതെ അടിവേട് വെറുതെ കയറ്റല്ല. കോൺട്രാക്ട് ചെയ്യുക, എന്നിട്ട് റിലീസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് മെല്ലെ ആക്കുക. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സ്ട്രെച്ചിനെ ഫീൽ ചെയ്യുക. പിന്നെ ബ്രീത്തിങ് പ്രോപ്പർ ആക്കുക. ഞാൻ എങ്ങനെയാണെന്നൊരു സെറ്റ് കാണിച്ചു തരാം. പിന്നെ സെറ്റ് ഫെയിലിയർ ആവുമ്പോൾ കുറച്ച് പാർഷ്യൽസും കൂടി വിടുക. ഇനി ഒരു സെറ്റ് പ്രോപ്പറായിട്ട് അടിക്കാം. ഞാൻ ഒരു സെറ്റ് അടിക്കുന്നുണ്ടാവുള്ളൂ. എനിക്ക് ഇതെൻ്റെ ലെഗാണ്. സോ അതിന് മുന്നേ ഞാൻ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ. സോ ഒറ്റൊരു സെറ്റ് അടിയിൽ ഒരു മാറ്റ് വെച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആവും. അല്ലെങ്കിൽ മുട്ടുക എനിക്ക് ഭയങ്കരമായിട്ട്. സോ ഒരു മാറ്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് ഒരു സെറ്റ്. ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ലൈക്ക് ഇനി അതർ മസിൽ ഗ്രൂപ്പ് ഫെയിലിയറിലേക്ക് കൊണ്ടുപോയി. എല്ലാവരും 10 to 15 റെപ്സ് അങ്ങനെ 3 സെറ്റ് അടിക്കലല്ല ബെറ്റർ ആവുക. ഞാനിത് അടിച്ചു, എന്നിട്ട് ഞാൻ നോട്ട് ചെയ്യും. ഇപ്പോൾ ഏകദേശം 55 kgs ഉണ്ട്, 10 റെപ്സ് പോയി കപ്പ് വിത്ത് പാർഷ്യൽസ്. അപ്പോൾ ആ 10 റെപ്സ് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുക. നെക്സ്റ്റ് വട്ടം 10 കിട്ടി കഴിഞ്ഞാൽ ഞാൻ വെയിറ്റ് കൂട്ടും. ഇപ്പോൾ സാധാ പോലെ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുക, ആപ്സ് മസിൽ ആയാൽ പോലും. ഇതാണ് ഫസ്റ്റ് എക്സസൈസ്. ഞാൻ കട്ടിലടിക്കുന്നത് 2 ഹാർഡ് സെറ്റ്സ്, ഇങ്ങനെ 2 ഹാർഡ് സെറ്റ് അടിക്കുക. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ലോവർ ആപ്സിനെ ഞാൻ ചെയ്യുക. എല്ലാവർക്കും അറിയാം ലോവർ ആപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാറ്റ് കുറച്ച് പോകാൻ കമ്പാരിറ്റീവ് അവിടെയാണ് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. എനിക്ക് സ്പോട്ട് റിഡക്ഷൻ പോസിബിൾ അല്ല. എൻ്റെ ടോട്ടൽ ഫാറ്റ് ഒരുമിച്ച് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് ലോവർ ആപ്സ് മച്ച് മോർ വിസിബിൾ ആയേ. ലോവർ ആപ്സിന് ഞാൻ വേരിയൻ്റ് ആയിട്ട് ഒരെണ്ണം ഹാങ്ങിങ് ലെഗ് റേസിന് ചെയ്യാറുണ്ട്. പിന്നെ മറ്റേ ഡിക്ലൈനിൽ അതുപോലെ ലെഗ് റേസിന് ചെയ്യാറുണ്ട്. അത് ഓൾട്ടർനേറ്റ് ചെയ്യും. ഞാൻ രണ്ടും കാട്ടിത്തരാം എങ്ങനെയാണ്. സെയിം ആലോചിക്കേണ്ടത് എപ്പോൾ എന്നെങ്കിലും ഏത് ലെഗ് റേസ് ആയാലും ഒരു പെർട്ടിക്കുലർ റെപ്പ് റേഞ്ച് ഫിക്സ് ചെയ്യുക. ഓക്കെ, 12 റെപ്പ് അടിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വട്ടം അതിനേക്കാൾ എക്സ്റ്റെൻഡ് ചെയ്യുക, റെപ്പ് റേഞ്ച് കൂട്ടുക. പിന്നെ അതുപോലെ വെയിറ്റ് ആഡ് ചെയ്യുക. അങ്ങനെ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുക, സാധാ മസിൽ പോലെ തന്നെ. പിന്നെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഡയറ്റ് പ്രോപ്പർ അല്ലെങ്കിൽ കാര്യമില്ല. നിങ്ങളുടെ ന്യൂട്രീഷൻ 70%, ആപ്സ് ട്രെയിനിങ് 30% വരുള്ളൂ. എങ്ങനെയൊക്കെ ആപ്സ് വേണമെങ്കിൽ ട്രെയിൻ ചെയ്തോളൂ, പക്ഷേ ന്യൂട്രീഷൻ പ്രോപ്പർ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവും, പക്ഷെ പുറത്തേക്ക് വരില്ല. ഫാറ്റ് കവർ ചെയ്യുമല്ലോ. അപ്പോൾ എന്തായാലും ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു കാലറി ഡെഫിസിറ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആപ്സ് മസിൽ പോപ്പപ്പ് ആവുള്ളൂ. ആസ് എ മസിൽ അവിടെ ഉണ്ടാവും, പക്ഷെ എല്ലാവർക്കും ഉണ്ട് ആപ്സ് മസിൽ, ഒരു ഹ്യൂമൻ ബീങ്ങിന്. പക്ഷേ ലെയർ ഓഫ് ഫാറ്റാണ് അവിടെ കവർ ചെയ്യണം. സോ ന്യൂട്രീഷൻ, അതായത് കാലറി ഡെഫിസിറ്റ്, ഒരു സ്ഥലത്തെ മാത്രം ഫാറ്റ് കളയാൻ പറ്റില്ല. അതായത് സ്പോട്ട് റിഡക്ഷൻ പോസിബിൾ അല്ല. സോ ഓവറോളായിട്ട് ഫാറ്റ് ഇറങ്ങുള്ളൂ. ഇപ്പോൾ കാലറി ഡെഫിസിറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക റിസൾട്ട്സ് കാണണമെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഞാൻ ആഴ്ചയിൽ ഒന്നില്ലെങ്കിൽ 2 വട്ടമോ 3 വട്ടമോ ചെയ്യും. എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട്സ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇന്നലെ ഈ ഡിക്ലൈനിൽ ആപ്സ് അടിച്ചു. ആപ്സ് ഇപ്പോഴും അത്രയ്ക്കും സോറാണ്. എനിക്ക് ഭയങ്കര വേദന. കാരണം മെല്ലെ എത്ര സ്ട്രെച്ച് ചെയ്ത് ഇറക്കാൻ പറ്റും. നെഗറ്റീവ് അത്രയ്ക്കും കൺട്രോൾ ചെയ്ത് ഇറക്കി ഞാൻ അതിൻ്റെ ഒരു വെർഷൻ കൂടി കാട്ടിത്തരാം. എല്ലാത്തിലും നെഗറ്റീവ് എങ്ങനെയാണ് നിങ്ങൾ ആ സ്ട്രെച്ച് ഫീൽ ചെയ്യണത്, അതിലാണ് ഇമ്പോർട്ടൻസ് ഉള്ളൂ. അതിൽ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യുമ്പോൾ എനിക്ക് റിസൾട്ട്സ് മച്ച് മോർ ഇമ്പ്രസീവ് ആയി തുടങ്ങി. സോ ഇത് കാണിക്കുന്നു. ഇതായാലും 2 സെറ്റ്സിന് അടിക്കാറുള്ളൂ ഞാൻ. ഷോർട്ട് വീഡിയോ ആണ് എനിക്കറിയാം, പക്ഷേ ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യണ വൺ ഓഫ് ദ മെയിൻ തിങ്സ് ആണ് ആപ്സ് ട്രെയിനിങ് എന്ന് പറയുന്നത്. കുറേ റെപ്പ് അടിക്കുക എല്ലാവരും, പക്ഷെ എന്നിട്ട് ചോദിക്കുക എന്തുകൊണ്ട് എനിക്ക് ആപ്സ് വരുന്നില്ല എന്ന്. ഡയറ്റ് പ്രോപ്പർലി വരില്ല, നേരത്തെ പറഞ്ഞ പോലെ. കാരണം ഞാൻ ആദ്യം ഏകദേശം കാർഡിയോ ആപ്സ് മാത്രമേ ഇനീഷ്യലി ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കോവിഡ് ടൈമിൽ. അപ്പോൾ ഞാൻ ഒരു ദിവസം ഏകദേശം, പക്ഷേ അങ്ങനത്തെ ബോഡി വെയിറ്റ് എക്സസൈസസ് ആയിരുന്നു ആപ്സിന്. ഞാൻ ഏകദേശം ഒരു ദിവസം ഞാനൊരു 1000 റെപ്പ് അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ നോട്ട് ചെയ്യും, എന്നിട്ട് അങ്ങനെ 3 വട്ടം അടിക്കുക. പക്ഷെ ഞാൻ ചോദിച്ചാൽ എന്താ ആപ്സ് വരാത്തത്, പക്ഷെ ഞാൻ ഡയറ്റ് പ്രോപ്പർ ആയിരുന്നില്ല. അന്ന് എങ്ങനെയാണ് അടിക്കണതെന്ന് എനിക്ക് ഇതുവരെ അറിയണില്ല. അങ്ങനെ ചെയ്യും, അത് മണ്ടത്തരമാണ്. ഞാൻ ഒരു ദിവസം അടിക്കുന്നുണ്ടായിരുന്നു 1000 റെപ്പ്. ഒരു എത്രയോ ഒരു 5 എക്സസൈസ് വയ്ക്കും ഒരു എക്സസൈസിൽ. ഇല്ല, 10 എക്സസൈസ് വയ്ക്കും. അപ്പോൾ ഒരു എക്സസൈസിൽ വെറുതെ, പക്ഷേ ഫാസ്റ്റ് അടങ്ങനെ സ്ലോ ഒന്നായിട്ടല്ല, എങ്ങനെയെങ്കിലും തീർക്കണം എന്ന് വെച്ചിട്ട് ഒരു സെറ്റിൽ 25 റെപ്പ് അങ്ങനെ ഒരു 10 എക്സസൈസ് ഒക്കെ വയ്ക്കും ഞാൻ.
അതൊക്കെ ഒരു കാലം. പക്ഷേ ഞാൻ അതാ പറയണേ, സിമ്പിളാക്കി ആപ്സ് ട്രെയിനിങ്ങിനെ. ഡയറ്റിലാണ് റിസൾട്ട്സ് വരുള്ളൂ എന്തായാലും. നമ്മളെ പോലെ 4 സെറ്റേ ഞാൻ ആകെ അടിക്കണുള്ളൂ. വല്ലപ്പോഴും വൺസ് ഇൻ 2 വീക്സ് ഒക്കെ ഞാൻ ഒബ്ലിക്സ് ട്രെയിനിങ്, ഒബ്ലിക്സ് ജസ്റ്റ് റഷ്യൻ ട്വിസ്റ്റ് അതേ ചെയ്യുള്ളൂ. ഞാൻ അതൊരു ഹയർ റെപ്പ് റേഞ്ചിനെ ചെയ്യാറുള്ളൂ. ഞാൻ അതിൽ ഭയങ്കര വെയിറ്റ് ഫോക്കസ് ചെയ്യാറില്ല. ലൈറ്റ് വെയിറ്റിൽ ഹയർ റെപ്സ്, അതാണ് എൻ്റെ ഒരു ഗോള്. ഞാൻ ചെയ്യണ ഒരു ഇനീഷ്യേറ്റീവ് ഏതിൽ, അയ്യോ പേര് മറന്നു എൻ്റെ, മറ്റേ ഒബ്ലിക്സിന്. സോ ഇതാണ് ആപ്സ് വർക്കൗട്ട്. എന്നെ ഡെഫിസിറ്റിൽ നന്നായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഹോപ്പ് ദാറ്റ് ഇറ്റ് ഹെൽപ്സ്. സീ യു അണ്ടിൽ നെക്സ്റ്റ് ടൈം.